എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ +1 പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലേക്ക് വന്നത്. നമുക്ക് ജനറൽ മെറിറ്റിലേക്കുള്ള കാര്യങ്ങൾ വരുന്നില്ല, അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്ന സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ കാർഡൊക്കെ മേടിച്ച് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 7 അതായത് ചൊവ്വാഴ്ച. ജൂലൈ 9 സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററിയുടെ അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. 10 തീയതി 5 മണി വരെ ചേരാനുള്ള സമയമാണ്. വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ സ്പോർട്സ് കോട്ട അപേക്ഷിക്കാനുള്ള സമയം, അവസാന സമയം നാളെ വൈകുന്നേരം, അതായത് 2026 ജൂലൈ 7 വൈകുന്നേരം 4 മണി വരെ അപേക്ഷിക്കാം. 9 തീയതി അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. 10 തീയതി ചേരാം. 10 തീയതി 5 മണി വരെ പ്രവേശനമുള്ളൂ, അത് കഴിഞ്ഞു. അപ്പൊ സ്പോർട്സ് കോട്ടയുടെ കാര്യം തീരുമാനമായി. സ്പോർട്സ് കോട്ടയിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ 10 തീയതി 5 മണി വരെ സമയം കൊടുത്തിട്ടും സ്പോർട്സ് കോട്ടയിൽ സീറ്റുകൾ ബാക്കി വന്നാൽ, അതായത് വേണ്ടത്ര യോഗ്യരായ വിദ്യാർത്ഥികൾ ഇല്ലാതെ വന്നാൽ, ആ സീറ്റുകൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ മെറിറ്റ് സീറ്റിലേക്ക് മാറ്റും. അപ്പൊ ഈ സപ്ലിമെന്ററിയുടെ മെറിറ്റ് നടക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ എല്ലാത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റിപ്പോ എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ടയുടെയും അഡ്മിഷൻ 10 തീയതി വൈകുന്നേരം വരെ അനുവദിച്ചിട്ടുള്ളൂ. സ്പോർട്സ് കോട്ടയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 10 തീയതി വൈകുന്നേരം വരെ അനുവദിച്ച്. കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെന്റ് കോട്ടയുടെയും അഡ്മിഷൻ 10/7/2026 വരെ വൈകുന്നേരം വരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പം പറയുന്ന ഒരു പുതിയ അറിയിപ്പ് എന്താന്ന് വെച്ചാൽ, അവർക്ക് രണ്ട് വിഭാഗത്തിനും സപ്ലിമെന്ററിയും കൊടുത്തു, ട്രാൻസ്ഫറിനും അപേക്ഷ ക്ഷണിക്കാം. അതെങ്ങനെയെന്നാ ഞാൻ പറയുന്നത്. ഇപ്പോ കമ്മ്യൂണിറ്റി കോട്ട ആദ്യം പറയാം. കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ട്രാൻസ്ഫറും അനുവദിച്ചിട്ടുണ്ട്, സപ്ലിമെന്ററി അനുവദിച്ചു. അതാണ് രസം, രണ്ടും അനുവദിച്ചു. അപ്പോ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ആദ്യം നോക്കാം. കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ നടക്കുക എന്ന് നോക്കാം. ഇപ്പൊ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇപ്പൊ താഴ്ന്ന ഓപ്ഷൻ വെച്ചിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ഉയർന്ന ഓപ്ഷനിലേക്ക് മാറണമെങ്കിൽ അത് സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ, സ്കൂൾ മാനേജ്മെന്റിന്റെ അനുമതിയോടുകൂടി അവിടെ ട്രാൻസ്ഫർ നടത്താം. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അത് നമ്മൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറാണ് കൊടുക്കുക. കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടിക്ക് ആദ്യത്തെ ഓപ്ഷനിലൊക്കെ കുട്ടി സയൻസ് ആണ് വെച്ചിരിക്കുന്നത്. കുട്ടിക്ക് 5-മത്തെ ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയത്. ഓർമ്മിക്കുക, കമ്മ്യൂണിറ്റി കോട്ടയെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. 5-മത്തെ ഓപ്ഷനാണ് കുട്ടിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയിരിക്കുന്നത്. അത് കൊമേഴ്സാണ്. കുട്ടിക്ക് സയൻസ് കിട്ടണമെന്നാണ് ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ ഈ കൊമേഴ്സിലുള്ള കുട്ടിയെ സയൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കറിയാം, കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് ആ സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഒരു സ്കൂളിന്റെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് ആ സ്കൂളിലെ മാത്രം കാര്യമാണ്. അപ്പൊ കമ്മ്യൂണിറ്റി കോട്ടയിലെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാലും ആ സ്കൂളിലുള്ള അയറിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് യാതൊരു വിധത്തിലുള്ള ട്രാൻസ്ഫറും അനുവദിക്കുന്നതല്ല. കാരണം ഇത് രണ്ടും രണ്ട് മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റിൽ ചേർത്തിച്ച ഒരു കുട്ടിയെ അപ്പുറത്തെ മാനേജ്മെന്റിലെ ആ സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ യാതൊരു കാരണവശാലും ചേർക്കില്ല. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ? ഒരേ സ്കൂളിലെ കോമ്പിനേഷൻ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫറും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, താഴെ ഒരു കുട്ടിക്ക് താഴെയുള്ള ഓപ്ഷൻ ഹ്യൂമാനിറ്റീസാണ് കിട്ടിയിരിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ. ആ കുട്ടിയുടെ ഹയറിൽ കൊമേഴ്സും ഉണ്ട്, സയൻസും കിടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക്
വേണമെങ്കിൽ കൊമേഴ്സ് കൊടുക്കാം, സയൻസിന് ഒഴിവുണ്ടെങ്കിൽ സയൻസും കൊടുക്കാം. അപ്പോൾ ഒഴിവിനനുസരിച്ച് ഹയർ ഓപ്ഷൻ കൊടുക്കുന്നതാണ് ഈ കമ്മ്യൂണിറ്റി കോട്ടയിലെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതൊരു സ്കൂളിലെ മാത്രം കേസാണ്. നിങ്ങൾ കൊടുത്ത സ്കൂൾ വെച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു സ്കൂളിൽ കൊടുത്തു, അവിടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടി എങ്കിൽ ആ സ്കൂളിലെ തന്നെ ഹയർ ഓപ്ഷൻ എന്താണ്, അവിടെ ഞാൻ സയൻസ് കൊടുത്തിട്ടുണ്ടോ അല്ലെ കൊമേഴ്സ് കൊടുത്തിട്ടുണ്ടോ, അതിലേക്ക് മാറാൻ എനിക്ക് താല്പര്യമുണ്ടോ, മാറ്റിത്തരാൻ അവിടുത്തെ പ്രിൻസിപ്പാൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ കിട്ടും എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അത്തരം കുട്ടികൾക്കും ഇപ്പോ ഏതെങ്കിലും സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവുണ്ടെങ്കിൽ അവർക്ക് പുതിയ അപേക്ഷകൾ അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ പുതിയ അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുള്ളൂ. ആ സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആദ്യ പ്രവേശനം നടന്നു കഴിഞ്ഞ് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ അപേക്ഷ സ്വീകരിക്കുള്ളൂ, അല്ലാതെ സ്വീകരിക്കില്ല. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ രണ്ട് കാര്യവും ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ നടക്കുകയാണ് അവിടെ. ഒന്ന്, ട്രാൻസ്ഫർ നടക്കും, കോമ്പിനേഷൻ ട്രാൻസ്ഫർ. ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടിയവർക്ക് മാത്രമേ, ആ എൻട്രി ഒക്കെ നടന്ന് പൂർണ്ണമായിട്ടും ആ പ്രവേശനം നേടിയവർക്ക് മാത്രമേ ഹയർ ഓപ്ഷൻ കൊടുക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ പോയി ചേർന്നു, പറഞ്ഞ് ധാരണയായിട്ടുണ്ട്, പ്രിൻസിപ്പാൾ അതെല്ലാം മേടിച്ചു വെച്ചു, അവിടെ എൻട്രി ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരപ്രവേശനം ഓൾറെഡി നേടിക്കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കുകയുള്ളൂ. രണ്ടാമത്തത്, കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവുകൾ ഈ മുഖ്യ അലോട്ട്മെന്റ്, കമ്മ്യൂണിറ്റിയുടെ ആദ്യത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഒഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവര് പുതിയ അപേക്ഷ മേടിക്കുള്ളൂ. അല്ല, ഒഴിവില്ല പിന്നെ പുതിയ അപേക്ഷ മേടിക്കേണ്ട ആവശ്യമില്ല, കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിറ്റി കോട്ടയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളും നടക്കുകയാണിപ്പോൾ. അതായത് കമ്മ്യൂണിറ്റി കോട്ടയുടെ ഒരു കോഴ്സിൽ നിന്ന് വേറൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ, ഹ്യൂമാനിറ്റിയിൽ നിന്ന് കൊമേഴ്സിലേക്ക്, കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക്, അല്ലെ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക്, സയൻസിൽ നിന്ന് താഴെയുള്ള ഹയർ ഓപ്ഷനാണ്. അപ്പൊ താഴെയുള്ള മുകളിലുള്ള സാധനമേ കിട്ടുള്ളൂ ഹയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്ന് മനസ്സിലാക്കുക പ്രത്യേകമായിട്ട്. ഹയർ ഓപ്ഷനാണ് അനുവദിക്കുന്നത്. അപ്പോൾ സപ്ലിമെന്ററിയും കമ്മ്യൂണിറ്റി കോട്ടയിലെ കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഇതോടൊപ്പം നടക്കുകയാണ്. ഈ പരിപാടി ഒന്ന് തീരണം, 10-ാം തീയതി വൈകുന്നേരം തീരണം. 10-ാം തീയതി വൈകുന്നേരം കമ്മ്യൂണിറ്റി കോട്ടയിലോ ഏതെങ്കിലും ഒഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജനറൽ മെറിറ്റിലേക്ക് മാറും. സപ്ലിമെന്ററിയിൽ അത് ജനറൽ മെറിറ്റായിട്ട് മാറും. മറ്റൊന്ന് മാനേജ്മെന്റ് കോട്ടയാണ്. ഈ മാനേജ്മെന്റ് കോട്ടയ്ക്കും ട്രാൻസ്ഫറും സപ്ലിമെന്ററിയും അനുവദിച്ചിട്ടുണ്ട്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ പിന്നെ മാനേജ്മെന്റ് സീറ്റിൽ ഒരാൾ സ്ഥിരപ്രവേശനം നേടി എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. മാനേജ്മെന്റ് സീറ്റിൽ സ്ഥിരപ്രവേശനം നേടി. ഇനി അങ്ങനെയുള്ളവർക്ക് മാനേജ്മെന്റ് അനുവദിക്കുമെങ്കിൽ, കുട്ടിക്ക് ആഗ്രഹമുണ്ട്, മാനേജ്മെന്റ് അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ അവർക്ക് ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറാനുള്ള അവസരം കൊടുക്കും. അതായത് ട്രാൻസ്ഫർ കൊടുക്കും. ഇവിടെ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒന്നില്ല, മാറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാറാമെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എന്താ? മാനേജ്മെന്റ് കോട്ടയിൽ കുട്ടി സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ട്. അങ്ങനെ നേടിക്കഴിഞ്ഞവർക്ക്, ഫീസൊക്കെ അടച്ച് ചേർന്ന് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പുതിയ വേക്കൻസി വന്നപ്പോൾ കുട്ടി ഇപ്പോൾ കൊമേഴ്സിലാണ് ചേർന്നിരിക്കുന്നത്, കുട്ടിക്ക് സയൻസിലാണ് ആഗ്രഹം. മാനേജ്മെന്റ് ആ കുട്ടിക്ക് സയൻസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ കൊമേഴ്സിൽ നിന്ന് കുട്ടിക്ക് സയൻസിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അതിനുള്ള സമയമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടാതെ മ്യൂച്വൽ ട്രാൻസ്ഫറും അനുവദിക്കും. മാനേജ്മെന്റ് കോട്ടയിൽ മ്യൂച്വൽ ട്രാൻസ്ഫറും അനുവദിക്കും. എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്താ? ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു കുട്ടി
കൊമേഴ്സിൽ സ്ഥിരപ്രവേശനം നേടി. വേറൊരു കുട്ടി ഹ്യൂമാനിറ്റീസിൽ സ്ഥിരപ്രവേശനം നേടി. എവിടെ? മാനേജ്മെന്റ് കോട്ടയിൽ. കേൾക്കണേ, ഒരു കുട്ടി കൊമേഴ്സിൽ സ്ഥിരപ്രവേശനം നേടി, വേറൊരു കുട്ടി ഹ്യൂമാനിറ്റീസിൽ സ്ഥിരപ്രവേശനം നേടി. രണ്ടും മാനേജ്മെന്റ് കോട്ടയിലാണ് സ്ഥിരപ്രവേശനം നേടിയത്. ഇവർ രണ്ടും പരിചയക്കാരാണെങ്കിൽ ഒരാൾക്ക് കൊമേഴ്സാണ് കിട്ടിയ, മറ്റേ ആൾക്ക് ഹ്യൂമാനിറ്റീസാണ് കിട്ടിയ. ഈ കൊമേഴ്സ് കിട്ടിയ കുട്ടി പറയാണ്, എനിക്ക് കൊമേഴ്സിനോട് അത്ര താല്പര്യമില്ല, എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി. ഹ്യൂമാനിറ്റീസ് കിട്ടിയ കുട്ടി പറയാണ്, എനിക്ക് കൊമേഴ്സാണ് ഇഷ്ടം ഹ്യൂമാനിറ്റീസിനേക്കാൾ. അപ്പൊ ഇവർ തമ്മിൽ യോജിച്ചാൽ മതി. നേരെ രണ്ടുപേരും ഒരു അപേക്ഷയൊക്കെ ആയിട്ട് മാനേജർ എടുത്ത് ചെന്നാൽ മാനേജർ അനുവദിക്കുമെങ്കിൽ കൊമേഴ്സ് കിട്ടിയ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസും ഹ്യൂമാനിറ്റീസ് കിട്ടിയ കുട്ടിക്ക് കൊമേഴ്സും കൊടുക്കാം. അത് മാനേജർ അനുവദിക്കണം. കുട്ടികൾക്ക് താല്പര്യമുണ്ടാകണം, മാനേജർ അനുവദിക്കുകയും വേണം. ഇതിനാണ് മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ അങ്ങോട്ട് മറ്റേ ആൾ ഇങ്ങോട്ട്, ആ രീതിയിൽ മ്യൂച്വൽ ട്രാൻസ്ഫറിനും ഉള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കമ്മ്യൂണിറ്റിയിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടത്താൻ, കമ്മ്യൂണിറ്റിയിൽ പുതിയ അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്താൻ, മാനേജ്മെന്റിൽ കോട്ടയിൽ ട്രാൻസ്ഫർ നടത്താൻ. മാനേജ്മെന്റിൽ ഇനിയുള്ള വ്യത്യാസം എന്താ? ഇതുവരെ മാനേജ്മെന്റ് സീറ്റ് ഫുള്ളായിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് കുട്ടികൾക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷ കൊടുക്കാം ഇപ്പോൾ. അതിനാണ് നമ്മൾ സപ്ലിമെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത്, മാനേജ്മെന്റ് കോട്ടയുടെ സപ്ലിമെന്ററി. ഇപ്പോൾ മാനേജ്മെന്റ് കോട്ടയിലേക്ക് ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് മാനേജർക്ക് മാത്രമേ അറിയൂ ഒഴിവുണ്ടോ. ആ സ്കൂളിലെ മാനേജ്മെന്റിനെ കാണുക, ബന്ധപ്പെടുക, ആ സ്കൂളിലെ മാനേജരെ കാണുക, ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കുക, പുതിയൊരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുക. വെറുതെ കിട്ടുകയല്ല, അവർ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഞാനത് പറയണ്ടല്ലോ. അപ്പം ആ രീതിയിൽ പുതിയതായിട്ട് അപേക്ഷ വെച്ച് മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ മാനേജർ തയ്യാറാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ നടത്താം. ഒരു മാനേജ്മെന്റിൽ നിന്ന് വേറൊരു മാനേജ്മെന്റിലേക്ക് യാതൊരു വിധത്തിലും പറ്റില്ല. ഒറ്റ സ്കൂളിൽ മാത്രമേ ഈ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ കൊമേഴ്സ് എന്നൊരു കുട്ടിയെ സയൻസിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിന്നെ ഹ്യൂമാനിറ്റീസ് എന്നൊരു കുട്ടിയെ കൊമേഴ്സിലേക്ക് കൊണ്ടുപോകാം. ഇത് രണ്ടും അല്ലാതെ മ്യൂച്വൽ ട്രാൻസ്ഫർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്ഫറും അനുവദിക്കും. അപ്പോൾ എല്ലാം അനുവദിച്ചു. കമ്മ്യൂണിറ്റി കോട്ടയിൽ പിന്നെ ട്രാൻസ്ഫർ അനുവദിക്കുന്നു, കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെന്ററി അനുവദിക്കുന്നു, മാനേജ്മെന്റ് കോട്ടയിൽ ട്രാൻസ്ഫർ അനുവദിക്കുന്നു, മ്യൂച്വൽ ട്രാൻസ്ഫർ അനുവദിക്കുന്നു, മാനേജ്മെന്റ് കോട്ടയിൽ സപ്ലിമെന്ററി അനുവദിക്കുന്നു. ഇവിടെയൊക്കെ സപ്ലിമെന്ററിക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സപ്ലിമെന്ററിക്ക് എന്താന്ന് പറഞ്ഞാൽ ഒഴിവുണ്ടേ മാത്രമേ സപ്ലിമെന്ററി ഉള്ളൂ. ഒരു സ്കൂളിൽ കമ്മ്യൂണിറ്റിയിൽ ഒറ്റ ഒഴിവില്ല, പിന്നെ അവിടെ സപ്ലിമെന്ററി ഉണ്ടാവില്ല. ആ സ്കൂളിൽ തന്നെ മാനേജ്മെന്റിൽ ഒറ്റ ഒഴിവും ബാക്കിയില്ല, അവിടെയും പിന്നെ സപ്ലിമെന്ററിയുടെ ആവശ്യമില്ല, കാരണം ഫുള്ളാണ്, ആർക്കും കൊടുക്കാനൊന്നുമില്ല. എന്നാൽ അവിടെ രണ്ടും ഉണ്ട്. അത് ട്രാൻസ്ഫർ രണ്ടിലും നടക്കാം. കമ്മ്യൂണിറ്റി കോട്ടയിലും വേണമെങ്കിൽ ട്രാൻസ്ഫർ നടത്താം, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിലും വേണമെങ്കിൽ ട്രാൻസ്ഫർ നടത്താവുന്നതാണ്. ഇതാണ് പുതിയതായിട്ട് പറയാനുള്ള, ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാനേജ്മെന്റ് കോട്ടക്കാർക്കും കമ്മ്യൂണിറ്റി കോട്ടക്കാർക്കും ജനറൽ മെറിറ്റിൽ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അവർക്ക് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്? ജനറൽ മെറിറ്റിന്റെ പിന്നെ ട്രാൻസ്ഫർ വരിക. ആ ജനറൽ മെറിറ്റിന്റെ ട്രാൻസ്ഫറിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റില്ല? മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം നേടിയവർക്കും പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കും ജനറൽ മെറിറ്റിലെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ അർഹത ഇല്ല എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ട്രാൻസ്ഫറും സപ്ലിമെന്ററി. ഇപ്പൊ സ്പോർട്സ് ട്രാൻസ്ഫർ സപ്ലിമെന്ററി, കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫർ സപ്ലിമെന്ററി, മാനേജ്മെന്റ് കോട്ട ട്രാൻസ്ഫർ സപ്ലിമെന്ററി. ഈ മൂന്ന് വിഭാഗത്തിന്റെയും ട്രാൻസ്ഫറും സപ്ലിമെന്ററിയും 10-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിപ്പിച്ചിരിക്കണം. 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഇതിലേതെങ്കിലും സീറ്റുകൾ ഫില്ലാകാതെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മെറിറ്റിലേക്ക് മാറ്റും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരാൻ പോവാണ് 13-ാം തീയതി. ആ 13-ാം തീയതി വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ മെറിറ്റ് കോട്ടയിലേക്ക് മാറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് ടെൻഷനായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ കേസാണ്.
ചിലർ കമ്മ്യൂണിറ്റി പ്രതീക്ഷിച്ചിരിക്കുന്നവര്, മാനേജ്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവര്, സപ്ലിമെന്ററി പ്രതീക്ഷിച്ചിരിക്കുന്നവര്, ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്നവര്, ഇതൊന്നും കിട്ടിയില്ലേ സ്പോട്ട് ഉണ്ടല്ലോ എന്ന് പറയുന്നവര്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിലാണ് നമ്മുടെ കേരളത്തിലെ മൊത്തം രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 75-80% പേർക്കും പ്രവേശനം നേടിക്കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ സീറ്റ് കുറേയുണ്ട്, പക്ഷെ അപേക്ഷകർ വളരെ കുറവാണ് ഇനി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ അറിയിപ്പുകളും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പുറകെ തന്നെ നിന്ന് ഓരോ അറിയിപ്പുകളും അവരിലേക്ക് എത്തുന്നത്. അപ്പോൾ സപ്ലിമെന്ററിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ തിരിച്ചറിയാം. ആകെ രക്ഷിതാക്കളുടെ ഒരു ടെൻഷൻ എന്താന്ന് പറഞ്ഞാല്, ഇന്ന് 6-ാം തീയതി സ്കൂള് തുറന്നു, +1 പ്രവേശനം അല്ല ക്ലാസ്സുകൾ 6-ാം തീയതി തുടങ്ങും. അപ്പൊ ഇനി ഈ സപ്ലിമെന്ററി ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മക്കൾ എന്നാണോ സ്കൂളിലേക്ക് പോവുക എന്നുള്ള ഒരു ടെൻഷനാണ് എല്ലാവരും, പ്രത്യേകിച്ച് അമ്മമാർക്ക്. ഇപ്പൊ അമ്മമാരും ഉമ്മമാരും ഒക്കെ ആയിട്ടുള്ളവര് വളരെ ടെൻഷനിലാണ്. അത് ഇപ്പോൾ ഒരു ഭയങ്കര മാനസികമായ ഒരു വിഷമമാണ്. ചില കുട്ടികൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നുണ്ടാവില്ല, കാരണം തൊട്ടടുത്ത വീട്ടിലെ കുട്ടി +1 ക്ലാസ്സിൽ പോവാം. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ കുട്ടി ഇവിടെ വീട്ടിലിരിക്കുകയാണ്, അവന് പ്രവേശനം കിട്ടിയിട്ടില്ല, എവിടെ കിട്ടുമെന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാരമില്ല, നമുക്കിതെല്ലാം എല്ലാ കൊല്ലവും ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ ഒരു 10-20 ദിവസത്തിനകം നമുക്ക് പ്രവേശനമൊക്കെ കിട്ടും. ഇന്നിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാനേജ്മെൻറ്റ് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് 4 ജില്ലകളിൽ 7200 സീറ്റുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ, കാസർഗോഡ് ജില്ല, 4 ജില്ലകൾക്ക് വേണ്ടിയിട്ട് 7200 സീറ്റുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. അത് വലിയ പിന്നെ അനുഗ്രഹമാണ്. ഈ കിട്ടാൻ കാത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും എന്നൊക്കെ സമാധാനിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. ആർക്കും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.